അപ്പോഴേ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല അട അതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളതാണ് അരിപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1/4 കിലോ ഇളമുണ്ട്, അരിപ്പൊടിയുണ്ട്, പിന്നെ ശർക്കര, ആവശ്യമായിട്ടുള്ള ശർക്കര. അപ്പോൾ ഈ ശർക്കര കാണുമ്പോഴത്തേക്ക് നമുക്കൊരു കളർ നോക്കത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ടൈപ്പ് ശർക്കര അല്ലത്. നമുക്കിവിടെ ഈ ഒരു ടൈപ്പാണ് കിട്ടുന്നത്. നാട്ടിലേ കിട്ടും, പക്ഷെ ഇപ്പം എപ്പോഴും കിട്ടാറില്ല. അപ്പൊ നമ്മൾ ഈ ഒരു ശർക്കര വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. പക്ഷെ നമ്മള് വളരെ ട്രഡീഷണൽ ആയിട്ട് നമ്മള് പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ്. ഇവിടെ നാട്ടിലൊക്കെ പോകുമ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്ന സംഭവം. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കണം. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിന് വെള്ളത്തിനൊക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. അതെന്താ അളവില്ലെന്ന് പറയാൻ കാര്യം വെച്ചാല് നമ്മൾ എടുക്കുന്ന പൊടിയില്ലേ, ഓരോ പൊടിയുടെ അനുസരിച്ച് പിന്നെ നമ്മളിപ്പോ വീട്ടിൽ തന്നെ അരി പൊടിച്ചെടുക്കുവാണെങ്കിലും അതിന്റെ വ്യത്യാസം വരും. നമ്മളിപ്പോ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും അതിന് വ്യത്യാസം വരും. അതുകൊണ്ട് നമുക്ക് ഇതിന് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ഈ വെള്ളം തിളയ്ക്കാൻ വെക്കുമ്പോൾ അതിൻ്റെ തൊട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞാണല്ലോ വളരെ വേഗം തന്നെ തിളക്കുകയും മാത്രമല്ല നമ്മുടെ ഈ അരി കുഴക്കത്തില്ല, അരിപ്പൊടി കുഴക്കത്തില്ലേ, അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലോ ഇതിന് ചെറിയൊരു ഉപ്പ് വരും. മധുരമാണ് ഇതിന്റെ മെയിൻ ടേസ്റ്റിംഗ് പോലും ചെറിയൊരു ഉപ്പുള്ള അതിന്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ആക്കുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ഉപ്പ് കൂടെ ഇട്ടിട്ട് അത് തിളപ്പിക്കണം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മറ്റൊരു പാത്രം വെച്ചിട്ട് ശർക്കര നമുക്ക് പാനിയാക്കണം. അപ്പൊ ഇത്രയും നമുക്ക് മധുരത്തിന്റെ ആവശ്യമില്ല. നമുക്ക് കുറച്ച് ശർക്കര അങ്ങ് മാറ്റി വെച്ചിട്ട് ഇത് നമ്മൾ ഏകദേശം ഒരു എത്ര മതി അല്ലേ? ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ നമുക്കൊരു ഇതിന്റെ ഒരു 1/4 ഭാഗം മാറ്റി വെച്ചിട്ട് അപ്പൊ ഇത് ശർക്കരയൊക്കെ എടുക്കുന്നത് അവരുടെ മധുരത്തിന്റെ ടേസ്റ്റ് അനുസരിച്ചിട്ടൊക്കെ എടുക്കുക. ചില ആൾക്കാർക്ക് നല്ല മധുരം വേണം, ചില ആൾക്കാർക്ക് കുറച്ച് മധുരം മതി. ഒരു സ്വല്പം വെള്ളം മതിയേ, കാരണം ഈ ശർക്കരയിൽ നിന്നും വെള്ളം വേണം. പിന്നെ ഇത് ആദ്യം ഒന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് നമ്മൾ ഒരു സ്വല്പം വെള്ളം ഒഴിക്കുന്നത്. തീ ഒരുപാട് കൂട്ടി വെക്കരുത്, തീ ചെറിയ തീയിൽ വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ അടുക്കി പിടിക്കും. ഒരു സ്പൂണും കൂടെ. അപ്പൊ ഇത് പാനിയാക്കുന്നത് എന്താന്ന് വെച്ചാല് ഇതിനകത്ത് എന്തെങ്കിലും തരം കല്ലോ കട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരിച്ചു മാറ്റാൻ റെഡിയാക്കട്ടെ. അപ്പൊ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ അത് വല്ല കല്ലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അരിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ ശർക്കര നമുക്കൊന്ന് അരിച്ചെടുക്കാം. കാര്യം അതിനകത്ത് മണ്ണൊക്കെ ഉണ്ടെങ്കിലേ, അപ്പൊ നമ്മളിപ്പോ ഒരു ചീനച്ചട്ടിക്കകത്തോട്ടാണ് ഒഴിക്കുന്നത്. കാര്യം അതിൻ്റെ അകത്താണ് നമ്മൾ ബാക്കി അതിന്റെ പരിപാടിയൊക്കെ വലിയ മണ്ണൊന്നും ഇല്ല, എന്നാലും ഒന്ന് അരിച്ചെടുക്കുന്നതാണ് നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ തീ ചെറുതായിട്ട് ഇപ്പം കുറച്ച് വെച്ചു. അപ്പൊ ഇനി നമുക്ക് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഈ തീ അങ്ങ് നിർത്താതെ എന്നിട്ട് നമുക്ക് ഇതിലോട്ട് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യാനുസരണം കുറേശ്ശെ ആയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇളക്കി കൊടുക്കണം. ഇത് തിളച്ച വെള്ളമല്ല, അതിൻ്റെ അകത്ത് ഒഴിക്കുമ്പോൾ ചെറുതായിട്ട് തിളക്കും. ഇതിങ്ങനെ പയ്യെ വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. പയ്യെ കട്ടയൊന്നും വരരുത്. അപ്പം ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കട്ട വരും. പിന്നെ നമുക്ക് ഇത് തണുത്തിട്ട് ഇത് ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് നനച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് പെയ്യെ തണുത്തിട്ട് വേണം നന്നായിട്ട് കൈ വെച്ച് കുഴച്ചാലേ നമുക്ക് അതിൻ്റെ ആ ഒരു കറക്റ്റ് രീതി കിട്ടത്തുള്ളൂ. അപ്പോൾ ആ കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറെ കൂടെ സോഫ്റ്റ് ആണെന്ന് തോന്നിയാൽ ഒരു സ്വല്പം കൂടെ വെള്ളം അന്നേരം ചേർത്താലും കുഴപ്പമില്ല. അന്നേരം ഒരു സ്വല്പം തിളച്ച വെള്ളം തന്നെ ഒരു ചെറിയ ചൂടാക്കി വെള്ളം വേണേലും എടുത്താൽ മതി. അപ്പം നമ്മുടെ മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് തണുക്കണം. തണുത്തിട്ട് നമുക്ക് കൈവച്ച് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പം ഇതൊന്ന് തണുക്കാൻ വേണ്ടി വിളിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള സംഭവം ചെയ്യാം. അപ്പം നമ്മളത് ശർക്കരപ്പാനി നമ്മൾ ചീനച്ചട്ടിയിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നല്ല നൂല് പരുവം പോലെ ആയി കിട്ടണം. ആ ഒരു ലെവൽ വരെ ഇളകണം. ഇത് അത്യാവശ്യം കൊടുത്തിരിക്കുകയാണ്, പക്ഷെ എന്നാലും നല്ലതായിട്ട്
കൊഴുത്ത് വരണം. കാരണം നമ്മൾ ഈ അട വെച്ച് കഴിയുമ്പോഴേ അല്ലെങ്കിൽ അതിന്റെ അകത്തുനിന്ന് ഇങ്ങനെ നമ്മള് പുഴുങ്ങി എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇങ്ങനെ അതിന്റെ സൈഡിൽ കൂടെ ഒഴുകി വരും. അത് വരാതിരിക്കാൻ വേണ്ടിയുണ്ടല്ലോ നമ്മളൊന്ന് ടൈറ്റ് ആക്കി എടുക്കണം. അപ്പോഴും നല്ലത്. അതൊന്ന് ടൈറ്റ് ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ ഇനി അതിൻ്റെ അകത്ത് ചേർക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തേങ്ങ, ഇതൊരു അരമുറി തേങ്ങയാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഇത് ഏലക്കായും പിന്നെ നമ്മുടെ നല്ല ജീരകവും കൂടെ പൊടിച്ചെടുത്തതാണ്. അപ്പൊ ഇതിന്റെ കൂടെ ഉണ്ടല്ലോ ചുക്കുപൊടി വേണമെങ്കിൽ ചേർക്കാം, നല്ല ടേസ്റ്റാണ് ചേർത്ത് കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മള് ഏലക്കായും ജീരകവും മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മളൊരു സ്വല്പം അവല് അതും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്ര സാധനമാണ് നമ്മൾ ഇതിന്റെ അകത്ത്. ഈ അവലും കൂടി ഇട്ട് കഴിയുമ്പോൾ ഇതിന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ വെള്ളത്തിന്റെ ഒരു മയം ഉണ്ടെങ്കിൽ അതങ്ങ് വലിച്ചെടുത്തുള്ളൂ. അപ്പം പിന്നെ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ സൈഡിൽ വെളിയിലോട്ട് ഒഴുകി വരത്തില്ല. അപ്പൊ അതിനും കൂടിയാണ് നമ്മള് അതൊരു സ്വല്പം മാത്രം എടുത്തിട്ടുള്ളൂ. ഒരു 1/4 കപ്പോളം അവല്. അപ്പൊ അതായോ? റെഡി ആയോ? ഇല്ല, ആയിട്ടില്ല. അപ്പൊ അതൊന്ന് ടൈറ്റ് ആകട്ടെ. ടൈറ്റ് ആകുന്നിട്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര പാനി നല്ല അതിൻ്റെ ആ കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് സംഭവം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ തൊട്ട് നമ്മൾ എടുത്ത് വെച്ച അവൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഇത് നമ്മുടെ നാടൻ അവല് തന്നെ കേട്ടോ. ഇവിടെ കിട്ടുന്ന അവല് നല്ല വെള്ളം നിറത്തില്ല. അത് കുറെ കൂടെ കട്ടിയുണ്ട്. അത് മറ്റേ ഇതിന്റെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത് ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവേച്ച തേങ്ങയാണ്. ഈ ശർക്കരയും തേങ്ങയും ഇത് ഈ മിക്സ് ചെയ്യുമ്പോൾ തന്നെ സാധാരണ വീടുകളിൽ പിള്ളേര് അതെ നല്ല മണമാണ്. ഈ നമ്മുടെ ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ ആണല്ലോ പ്രത്യേകിച്ച് ഈ അടകളും ഈ മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അടയുണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ കുറെ കൊച്ചു പിള്ളേര് നമ്മളൊക്കെ പണ്ട് ഈ ഓണത്തിനൊക്കെ എല്ലാരും കൂടെ വീടുകളിൽ വരുമല്ലോ. വരുമ്പോ ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്കൊക്കെ ഒരു രസമായിരുന്നു സംഭവം. അപ്പൊ ഞാൻ തീ അങ്ങ് നിർത്തിയേ. ഇനിയിപ്പോ നമുക്ക് തീയുടെ ആവശ്യമില്ല. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇതിന്റെ ഏലക്കാപ്പൊടി, നമ്മുടെ ജീരകം പൊടിച്ചതും കൂടെയാണ് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ തന്നെ നല്ലൊരു മണം. നമുക്ക് ഇളക്കാം. എവിടെ കളിച്ചോണ്ടിരിക്കുന്ന പിള്ളേരാണെങ്കിലും ഓടി ഈ ഒരു മണം വരുമ്പോഴത്തേക്ക്. പക്ഷെ ഇപ്പോഴത്തെ കാലത്തൊക്കെ പിള്ളേർക്കൊന്നും ഇതൊന്നും ആ ഒരു അനുഭവം ഇല്ല. കാര്യം എല്ലാരും ഒന്നാമതെ വീടുകളിൽ സാധാരണ ഉണ്ടാക്കാറില്ല. 4 മണിക്കൊക്കെ പെട്ടെന്ന് കടയിൽ നിന്ന് വാങ്ങി എന്തെങ്കിലും കഴിക്കുക സാധാരണ എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പിള്ളേർക്ക് അത് മിസ്സാവുന്നത്. ഞങ്ങളൊക്കെ പണ്ട് ഈ ഓണത്തിന് ഈ എല്ലാരും വീട്ടില് നമ്മുടെ കുടുംബത്തില് എല്ലാരും കൂടെ വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ട മരത്തേലും ഒക്കെ കയറി കുഞ്ഞാലും ഒക്കെ ആടി. അപ്പൊ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് മണം വരും. ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന മണമോ. അത് വർഷത്തിലൊരിക്കലല്ലേ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നത്. എല്ലാരും കൂടെ ഒത്തുചേരുന്നത്. ഇപ്പൊ അങ്ങനെ ആരും ഒത്തുചേരാറുമില്ല, ഒന്നുമില്ല. ഇപ്പൊ തന്നെ വിഷുവായിട്ട് നമ്മളെ നാട്ടിലൊന്നും പോയില്ലല്ലോ. ഇവിടെ തന്നെ ആയിരുന്നു. അന്നത്തെ കാര്യം ഇവിടെ വിഷുവില്ല, നമ്മളിവിടെ ആഘോഷിക്കാന്ന് വെച്ചാൽ ഓണം മാത്രം നമ്മൾ ആഘോഷിക്കും. നമ്മൾ മലയാളികൾ എല്ലാരും കൂടെ ഒത്തുചേരും. അത് തിരുവോണത്തിനൊന്നും അല്ല, ചിലപ്പോ ഓണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞൊക്കെ കാര്യം ആ സമയത്ത് ഇവിടെ പരീക്ഷയൊക്കെ ആയിരിക്കും. ഈ ഓണക്കാലത്ത് ഇവിടെ പരീക്ഷ കടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പിള്ളേരെ അതിന് അത് ഇങ്ങനെ ചെറിയ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോകും. പക്ഷെ അത് രസമാണ് എല്ലാവരും കൂടെ ചേരുമ്പോഴത്തേക്ക്. അപ്പൊ നമ്മള് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് നന്നായിട്ട് തണുക്കണം. നമ്മുടെ മാവും ഇതൊന്ന് തണുത്ത് കിട്ടണം. അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ മാവ് നമ്മള് നല്ല കറക്റ്റ് അതിന്റെ പരുവത്തിൽ നമ്മൾ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കട്ടയൊക്കെ മാറി നന്നായിട്ട് ഒത്തിരി അങ്ങ് വെള്ളമല്ല, പക്ഷെ നല്ല സോഫ്റ്റ് ആണ്. ഇതാ അടയായി വരുമ്പോഴത്തേനും നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കും. അപ്പൊ ഈ ഒരു രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഇനിയിപ്പം ഇലയില് പരത്തിയെടുക്കാം. നമ്മുടെ ഇല അപ്പൊ ഒരു കാര്യം പറയാൻ പോകുന്നത്, നമ്മൾ ഈ സാധാരണ പൊടികൾ എടുക്കുന്നവരല്ല, അരിപ്പൊടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മള് കുറച്ച് പൊടി എടുത്താലും വെള്ളം ഒഴിച്ച് പ്രത്യേകിച്ചും ചൂടുവെള്ളം ഒഴിച്ചൊക്കെ കുതിർന്ന് വരുമ്പോഴത്തേനും അത് ക്വാണ്ടിറ്റി കൂടും. നമ്മള് പുട്ടൊക്കെ നനയ്ക്കുമ്പോ ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പൊ അത് ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. അത് കുഴപ്പമില്ല. ഇല താണ്ട ചെറുതായിട്ട് മുറിച്ച് പാത്രത്തിന്റെ വലുപ്പം അനുസരിച്ച് വേണം നമുക്കിത് എടുക്കാനായിട്ട്. അപ്പൊ നമ്മള് മാവ് ഇതിലേക്ക് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. കുറച്ച് വെള്ളം നമ്മൾ എപ്പോഴും ഇങ്ങനെ കയ്യിൽ കരുതണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ മുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യില് മാവ് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട്
നമ്മുടെ ഇലയുടെ വലിപ്പം എത്രയാണോ അതുപോലെ ഒരു ചെറിയ ബോൾ എത്ര വലുപ്പത്തിലുള്ള ഇലയാന്ന് വെച്ചാൽ ആ ഒരു വലുപ്പത്തിലുള്ള ബോൾ എടുക്കുക. എന്നിട്ട് കൈ ഒന്ന് നനയ്ക്കുക, ഇടയ്ക്കൊന്ന് നനയ്ക്കണം. എന്നിട്ട് വീണ്ടും ഇങ്ങനെ വെച്ചില്ലേ, ഈ ഇവിടെ 4 വിരല് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഞെക്കുന്നത്. അപ്പൊ ഈ മുട്ടിന്റെ കൈയുടെ ആ വിരലിന്റെ മുട്ടിന്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഞെക്കിയിട്ട് ഇങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. അപ്പൊ ഇങ്ങനെ പരന്നങ്ങ് കിട്ടുകയും ചെയ്യും. നമ്മുടെ എത്ര വലിപ്പം വേണ്ടതെന്ന് വെച്ചിട്ട് ആ വലിപ്പം അനുസരിച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇത് പരത്തിയിട്ട് നമുക്ക് ഇങ്ങോട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് 2-3 നമുക്ക് ഇതുപോലെ പരത്തിയിട്ട് വേണം. അത് കുറച്ചുകൂടെ പരത്തും കൂടിയ അധികം അങ്ങ് കട്ടിയിൽ പരത്തണ്ട. ഒത്തിരി കട്ടിയും വേണ്ട, ഒത്തിരി കട്ടി കുറവും വേണ്ട, ആ ഒരു മിനിമം ലെവലിൽ. അപ്പൊ ഈ പരത്തുമ്പോ ഒരിക്കലും അറ്റം വരെ വരരുത്. ഈ 4 സൈഡും ഫ്രീ ആയിട്ടിരിക്കണം. അപ്പൊ നമ്മൾ നല്ല കനം കുറച്ചാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. കനം ഒരുപാട് കനമായി കഴിഞ്ഞാണല്ലോ ചിലപ്പം ഇതിന്റെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ചാൻസ് കുറവായിരിക്കും. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ മാവ് അത്യാവശ്യം വെന്താണ്, കാരണം തിളച്ച വെള്ളത്തിലാണ് നമ്മൾ കുഴച്ചെടുത്തത്. ഇതുപോലെ നമ്മൾ ഈ ഫില്ലിങ് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ അറ്റത്തോട്ടൊന്നും വരരുത്. അതായത് നടുക്ക് വേണം വരാനായിട്ട്. എന്നിട്ട് അതന്നെ ഈ ഇല മടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം, നമ്മള് ഈ ഒരു ഡയറക്ഷനിലെ മടക്കാവുള്ളൂ. ഇങ്ങനെ മടക്കരുത്, ഈ വഴി കൂടെ മടക്കി കഴിഞ്ഞാൽ പൊട്ടിക്ക്. ഈ കട്ടിയുള്ള വശമില്ലേ അവിടെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കിയിട്ട് ഈ ഇവിടെ നമ്മൾ കുറെ ഇടം വെക്കാത്തതുണ്ടല്ലോ അത് വെച്ചിട്ട് വേണം ഇങ്ങനെ അവിടെ അമക്കണം. പ്രസ് ചെയ്ത് നമുക്കൊന്ന് സീൽ ചെയ്തെടുക്കണം. അങ്ങനെ നമുക്കിത് കംപ്ലീറ്റ് സാധനം നമുക്കൊന്ന് മടക്കിയെടുക്കാം. അതിന് ശേഷം വേണം നമുക്കിത് എന്നിട്ട് തിരിച്ചു വെച്ചിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്ത്. അപ്പൊ ഉണ്ടല്ലോ അത് സീലായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് ആവിയിൽ വേവിച്ചു കഴിഞ്ഞാൽ വെളിയിൽ പോകത്തില്ല. അപ്പൊ ഇതുപോലെ നമുക്ക് ബാക്കി സാധനങ്ങൾ ഒന്ന് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിത് എല്ലാം പരത്തി നമ്മളിപ്പോ ഏകദേശം 5 എടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മളിത് എടുക്കുന്നതെന്ന് വെച്ചാല് ചെമ്പിലല്ല, നമ്മള് കുക്കറിലാണ് നമ്മുടെ പരിപാടി. നമ്മളത് കുക്കറിൽ വെള്ളം കുക്കറിലാക്കി പരിപാടി. അപ്പൊ അതിനകത്ത് നമ്മളുണ്ടല്ലോ ഇഡലിത്തട്ട വെച്ചിരിക്കുന്നത്. കാര്യം നമുക്കിത് വെക്കാനായിട്ടൊരു തട്ട് വേണമല്ലോ. അപ്പൊ നമ്മള് ഇഡലിത്തട്ടാണ് വെച്ചിരിക്കുന്നത്. കിഴുത്തുള്ള തട്ട് വേണം. ഇത് വെക്കുമ്പോഴുണ്ടല്ലോ ഈ ഇതിന്റെ കിഴുത്തുണ്ടല്ലോ ആ കിഴുത്തെ അടയാത്ത രീതിയിൽ ഇങ്ങനെ നൂർത്ത് വേണം വെക്കാനായിട്ട്. ഇപ്പുറത്തെ സൈഡ് വെക്കാം. അപ്പൊ ബാലൻസ് ചെയ്തിരിക്കും. ഇപ്പൊ അത് ബാലൻസ് ചെയ്യും അപ്പുറത്തെ സൈഡില്. ഇതിങ്ങനെ പരത്തി വെച്ച് കഴിഞ്ഞാൽ ആ നമ്മുടെ ഒരു ഹോളില്ലേ, ആ ഹോളുകൾ അടഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ആവി കയറത്തില്ല. ഇനി ഒരെണ്ണം ഈ സൈഡിലോട്ട് വെക്കുക. അപ്പം വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കുക. അത് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് വെച്ച് കൊടുത്താൽ മതി. അതിന്റെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതിന്റെ ആവി കിട്ടണം. അത്രേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് അടച്ചു വെക്കാം. അപ്പച്ചെമ്പുണ്ടെങ്കിൽ എളുപ്പമാണ്. അപ്പച്ചെമ്പുണ്ടെങ്കിൽ അപ്പച്ചെമ്പി വെക്കുക. ഈ ഹോസ്റ്റലിലും ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ, അത് തന്നെയല്ല ഇപ്പൊ നാട്ടിൽ നിന്നൊക്കെ പുതിയ സ്ഥലങ്ങളിലൊക്കെ പോയി താമസിക്കുന്നവർക്ക് പുതിയ താമസം തുടങ്ങുമ്പോഴേ എല്ലാ പാത്രവും ഒന്നും കാണണമെന്നില്ല. ആകെ 1-2 പരിപാടി പാത്രമൊക്കെ ഉണ്ട്. ഒരു കുക്കറും ഒരു ഇഡലിത്തട്ടം ഉണ്ട്, ഇഡലിക്കുട്ടം ഉണ്ടായിരുന്നു. ആ ഇഡലിക്കുട്ടം അടിച്ചു പോയി. അതിന്റെ ഉപയോഗിക്കാതെ മാക്സിമം അതിനെ കൊണ്ട് പാടുപെടുത്തി. പിന്നെ ഇപ്പൊ കുക്കറിലാണ് പരിപാടി. അതാണ് നമ്മള് ഏത് സംഭവത്തിനും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പൊ ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേ നമ്മുടെ അട വെന്തോന്ന് നോക്കണം. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം. നോക്കുന്നതിനൊരു ടെക്നിക്ക് ഉണ്ട്. നമ്മുടെ ഇലയുടെ കളറൊക്കെ മാറി. ഇലയുടെ കളർ മാറി. മാത്രമല്ല ഇങ്ങനെ ഒരു അട എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തുറന്നു നോക്കണം. ഇതുണ്ടോ, ഇതാണ് ആ വെന്തതിന്റെ സൂചന. ഇതെന്ന് വിട്ട് ഇങ്ങ് മാറി ഇങ്ങ് വരും. അപ്പൊ അതാണ് വെന്ത് അടയുടെ ഒരു സൂചന. ഇത് കണ്ടോ, കണ്ടോ, നമ്മളാ പച്ചയായിട്ടിരിക്കുകയാണെങ്കിൽ അതിന് പറ്റി പിടിച്ചിരിക്കും. പക്ഷെ ഇത് വെന്തത് കൊണ്ട് പൂവിട്ടിങ്ങ് മാറും. അപ്പൊ ആ ആദ്യത്തെ അട വേകുന്ന സമയം കൊണ്ട് തന്നെ ബാക്കി നമ്മള് അപ്പൊ ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റി വെച്ചിട്ട് അടുത്തത് വെക്കാം. അപ്പൊ ഇങ്ങനെയാണല്ലോ നമ്മള് വീടുകളിലൊക്കെ ചെയ്യുന്നത്. ഒരു സെറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ബാക്കി നമ്മള് പരത്തി റെഡിയാക്കി തയ്യാറാക്കി നിർത്തിയേക്കാം. അപ്പൊ ഇതെടുത്ത് മാറ്റുക, അടുത്തടുത്ത് വെക്കുക, അടുത്ത് വെക്കുക. ഇത് തന്നെ പരിപാടി. അപ്പോഴത്തേക്കിനും കൊച്ചു പിള്ളേരൊക്കെ സൈഡിൽ കൊണ്ട് എടുത്തോണ്ട് ഓടുക.
അപ്പോൾ നമുക്ക് ഇതെടുത്ത് മാറ്റാം. ഞാൻ പാത്രം എടുക്കാം. ഇത് എടുക്കുമ്പോൾ സൂക്ഷിക്കുക, കൈ കൊള്ളുന്നത്. കാരണം ആവിയുണ്ട്. ഇപ്പോഴും നമ്മൾ സ്റ്റൗ നിർത്തിയിട്ടില്ല, ആവിയുണ്ട്. നമുക്ക് വെക്കാനുള്ളതുള്ള സ്റ്റൗ നിർത്തിയിട്ടില്ല. ഇത് ഇലയിൽ നിന്ന് ഇങ്ങനെ വിട്ടിങ്ങി പോരുത്. കൈ കൊള്ളാതെ സൂക്ഷിച്ചോണം കേട്ടോ. അപ്പൊ നമ്മളിത് മുഴുവൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അടുത്ത സെറ്റ് നമുക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ ആദ്യം വെച്ചതുപോലെ തന്നെ ഇങ്ങനെ ചാരി ചാരി വെക്കുക. അതിന്റെ ഹോള് അടഞ്ഞു പോകരുത് മാത്രമേ ഉള്ളൂ. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കുക. ചിലപ്പോൾ ഉണ്ടല്ലോ ഈ അട അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ ആ ഹോളിൽ അവിടെ നിന്ന് മാറ്റി വെക്കണം. അത്ര മാത്രമൊക്കെ ഒന്ന് ചെയ്തേച്ചാൽ മതി. ബാക്കി ഈ പരിപാടി നമ്മളപ്പം ഏകദേശം 1/4 കിലോയോളമാണ് അരി എടുത്തിരുന്നത്. അപ്പൊ ഈ ഒരു വലുപ്പത്തിലുള്ള അട ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10-25 അടയോളം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഫില്ലിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ അതൊരു കണക്ക് പറയാതെന്ന് പറഞ്ഞാല് നമ്മൾ ഓരോ അടയ്ക്കകത്തും വെക്കുന്ന ഇതനുസരിച്ചിട്ടിരിക്കും. അപ്പൊ ചില ആൾക്കാർക്ക് കൂടുതൽ ഫില്ലിംഗ് വേണം, അവർക്ക് കൂടുതൽ ഫില്ലിംഗ് വേണം. അപ്പൊ അത് കാരണം നമുക്ക് അതിന്റെ ഒരു പ്രത്യേക അളവ് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് അളവ് പറയാഞ്ഞത്. അത് കൂടുതലും കുറവും നമുക്ക് ഇഷ്ടമുള്ള പോലെ. അപ്പൊ ഇതിന് മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഉപ്പ് മാത്രം ഇട്ട് തേങ്ങ വേണമെങ്കിലും എടുക്കാം. നമ്മൾ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്തെടുക്കാം. എങ്ങനെ വേണം നമുക്ക് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടാണ്. ഇതൊന്ന് ചെറുതായിട്ട് തണുക്കട്ടെ. തണുത്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ അട നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിന് രുചി നമുക്കൊന്ന് അറിയണമല്ലോ, മധുരമൊക്കെ കറക്റ്റാണോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പം ഇച്ചിരി നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് രുചി അറിയത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചൈന ഭാഷ അടിപൊളി മധുരവും ആ ഏലക്കയുടെ ആ രുചിയും എല്ലാം കൊണ്ടും നല്ല പണ്ട് കഴിക്കുന്ന അതേ അതന്നെ. അപ്പം സിമ്പിൾ സംഭവമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അറിയാൻ മേലാത്ത ഒരുപാട് പേര് കാണും. അപ്പൊ അവർക്ക് വേണ്ടിയാ നമ്മള് ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. അപ്പം അരിപ്പൊടി വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ എണ്ണ ഒന്നും വേണ്ട, ഒരു സാധനം വേണ്ട, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട കിട്ടും. അത് നല്ല ഹെൽത്തി ആട്ടോ. നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതല്ലേ, എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹെൽത്തി. അപ്പോൾ എല്ലാവരും അത് റെഡി ആയിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു വ്യത്യസ്തമായ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം നമ്മുടെ ആ ചാനലൊക്കെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയറും ഒക്കെ ചെയ്ത് കൊടുത്ത് എല്ലാവരും കൂടെ വാ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.